വർഷങ്ങളോളം കേരളത്തിലെ ഒരു മുസ്ലിം രാജവംശം ഒരു പ്രദേശം അടക്കി വാണിരുന്നു. പേര് അറക്കൽ രാജകുടുംബം. കണ്ണൂരിലാണ് ആ രാജകുടുംബം ഭരണം നടത്തിയത്. പിന്നീട് അറക്കൽ രാജഭരണം എങ്ങനെയാണ് അവസാനിക്കുന്നത്? ആ രാജഭരണത്തിന് ആരായിരുന്നു അധികാരി? പറഞ്ഞു കേട്ടിടത്തോളം സ്ത്രീകൾക്ക് മേൽക്കോയ്മയുള്ള ഒരു ഭരണകൂടമായിരുന്നു അറക്കൽ രാജഭരണത്തിൽ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് ആ രാജഭരണം തകരുന്നു? എന്തുകൊണ്ട് ആ രാജഭരണത്തിൻ്റെ ശേഷിപ്പുകൾ സംരക്ഷിക്കപ്പെടാതെ പോകുന്നു? നമ്മൾ പരിശോധിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അറക്കൽ കൊട്ടാരത്തോട് ചേർന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിലാണ്. ഇന്നിതൊരു മ്യൂസിയമായി ആ ശേഷിപ്പുകൾ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഒരുപാട് പരാധീനതകൾ ഈ ശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഈ കെട്ടിടത്തിനും ഇതിൻ്റെ നടത്തിപ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ കൂടെ ചരിത്രാന്വേഷകനായിട്ടുള്ള ഷിഹാദ് ചേരുകയാണ്. സ്വാഗതം സാർ. താങ്ക് യു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഭരണവും എല്ലാം നടത്തിയിരുന്ന ഒരു പ്രദേശം അടക്കി വാണിരുന്ന അതിൻ്റെ ലോ ആൻഡ് ഓർഡർ എല്ലാം കൈകാര്യം ചെയ്തിരുന്ന ഒരു വലിയ രാജകുടുംബം, കേരളത്തിലെ ഏക മുസ്ലിം വനിതാ രാജ കുടുംബം, അങ്ങനെ പറയാം അല്ലേ? തീർച്ചയായും. ഈ രാജകൊട്ടാരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഭരണകൂടത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പറയാം. ഒരുപക്ഷെ സൗത്ത് ഏഷ്യയിൽ തന്നെ വളരെ നിർണായകമായ സമുദ്ര വ്യാപാര സ്വാധീനമുണ്ടായിരുന്ന രാജകുടുംബമായി നമുക്ക് അറക്കലിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം നമ്മുടെ കൂടുതൽ രേഖകളും വരുന്നത് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. പോർച്ചുഗീസ് കാലഘട്ടം മുതലാണ് നമുക്ക് അറക്കലുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ, അല്ലെങ്കിൽ കണ്ണൂരുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി രേഖകൾ നമുക്ക് ലഭിക്കുന്നത് ഈ പോർച്ചുഗീസ് കാലഘട്ടം മുതലാണ്. അതല്ലെങ്കിൽ അതിന് പിന്നാമ്പുറത്തേക്ക് പോയാൽ ഭൂഖണ്ഡാന്തര വ്യാപാര ബന്ധങ്ങളിലൂടെ നമ്മുടെ കണ്ണൂരിൽ നിന്നുകൊണ്ട് ലക്ഷദ്വീപ് ഉൾപ്പെടെ നമ്മുടെ ദ്വീപ് സമൂഹങ്ങൾ ഉൾപ്പെടെ മേൽക്കോയ്മ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു അധികാരം സ്ത്രീകളിലേക്കും അല്ലെങ്കിൽ പുരുഷന്മാരിലേക്കും മാതൃദായകത്വ രീതി വഴി കൈകാര്യം ചെയ്തിരുന്ന വളരെ സമ്പന്നമായൊരു ഭൂതകാലം സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു രാജകുടുംബത്തിൻ്റെ ശേഷിപ്പിലാണ് അല്ലെങ്കിൽ അറക്കൽ മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ രാജകുടുംബത്തിന് എത്രത്തോളം അധികാരങ്ങളൊക്കെ ആയിരുന്നു? നിലവിൽ നമുക്ക് പറയാൻ പറ്റുന്ന അധികാരങ്ങൾ എന്ന് പറയുന്നത് ഈ ടെറിട്ടോറിയലി പറയുകയാണെങ്കിൽ, അതിർത്തി വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ ലക്ഷദ്വീപുകളാണ് അവിടെ പ്രധാനമായ ഒരു അധികാര കേന്ദ്രം എന്ന് പറയുന്നത്. എന്തൊക്കെ അധികാരമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് രേഖകൾ പരിശോധിച്ചാൽ 1888 ഖാദി ആക്ട് നടപ്പിലാക്കുന്നത് വരെ സുപ്രീം സോവർണിറ്റി ഉണ്ടായിരുന്ന ഒരു ഭരണകൂടമായിരുന്നു. സുപ്രീം സോവർണിറ്റി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ചോദ്യം ചെയ്യാനും ജഡ്ജ് ചെയ്യാനും അതിനെതിരെ വിധി പ്രസ്താവിക്കാനും ശിക്ഷ നടപ്പിലാക്കാനും ഉൾപ്പെടെയുള്ള അത്തരത്തിലൊരു പൂർണ്ണാധികാരം 1888 വരെ കൈകാര്യം ചെയ്തിരുന്ന ആളുകളാണ് അറക്കൽ രാജാക്കന്മാർ അല്ലെങ്കിൽ അറക്കൽ ബീവിമാർ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ അറക്കൽ ബീവിമാരെ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള അധികാര കൈമാറ്റങ്ങളൊക്കെയാണ്. പുരുഷന്മാർക്ക് വലിയ മേധാവിത്വം അല്ലെങ്കിൽ താവഴിയോ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണ്? ഈ വർത്തമാന കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അവർ കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി ഏറ്റവും സീനിയറായ, ഏറ്റവും വയസ്സുകൊണ്ട് ഏറ്റവും സീനിയറായ ആൾ ആരാണോ അത് സ്ത്രീയാണെങ്കിൽ സ്ത്രീ, പുരുഷനാണെങ്കിൽ പുരുഷൻ എന്നുള്ള നിലക്കാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 88 ശേഷം 1888 ശേഷം സുൽത്താൻ എന്ന് പറയുന്ന പദവിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറക്കലിന് നൽകുന്നത്. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാര പരിധിക്കുള്ളിൽ ഒരു സുൽത്താൻ എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് നൽകിക്കൊണ്ട് അറക്കലിന് ഇവിടെ അതെ അവർക്ക് അവരുടേതായ രീതിയിൽ സാംസ്കാരികമായ ഒരു മേൽക്കോയ്മ ഫാമിലിക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അധികാരപരമായ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുക എന്നുള്ളതല്ല, മറിച്ച് സാംസ്കാരികപരമായ ഒരു മേൽക്കോയ്മ. അപ്പോൾ നമ്മൾ മുസ്ലിം ഒരു ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിനും അവരുടെ ഒരു ഇഷ്ടങ്ങൾക്കും അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നേരെ മറിച്ച് വലിയ അധികാരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ നടപ്പിലാക്കിയവരിൽ അത്ര തന്നെ ഒരു പവർ പിന്നീട് കാണില്ല. കേവലം കാനീഷിപ്പൊക്കെ നൽകിക്കൊണ്ട്, അതായത് നമ്മുടെ മതപരമായ മേൽക്കോയ്മ അല്ലെങ്കിൽ സാംസ്കാരികപരമായ ഒരു മേൽക്കോയ്മ അത് നൽകിക്കൊണ്ട്, എന്നാൽ ബാക്കി ജുഡീഷ്യൽ സംവിധാനങ്ങളും ക്രിമിനൽ സംവിധാനങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിലനിർത്തിക്കൊണ്ട് എക്കണോമിക്കൽ പവറൊക്കെ ബ്രിട്ടീഷുകാർ നിയന്ത്രിക്കുക, മതസാംസ്കാരികമായ ഒരു മേൽക്കോയ്മ അറക്കലിന് നൽകുക എന്നുള്ളതായിരുന്നു ആ ഡീല് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഇവർ മാതൃദായകത്വം അല്ലെങ്കിൽ ഉമ്മത്താവഴി, മാതൃതാവഴി ഫോളോ ചെയ്യുന്ന ഒരു കുടുംബഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ താവഴി കൈകാര്യം ചെയ്യുന്ന ഘടനയിൽ
ഒരു സ്ത്രീ അധികാരത്തിൽ വരുമ്പോൾ അവരെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ മക്കളും ഭാവിയിൽ ഈ ഫാമിലിയുടെ ഭാഗമാണ്, അധികാരത്തിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടി സജീവത ഉണ്ടാവുക സ്വാഭാവികമായി. ഈ ഉമ്മത്താവഴി എന്ന് പറയുമ്പം ആണിൻ്റെ മക്കൾ ആയിരിക്കില്ല, പെണ്ണിൻ്റെ മക്കളാണെങ്കിൽ അവർക്ക് അധികാരമുണ്ട്. അതെ അതെ, അതായത് സർനെയിം നമ്മുടെ കുടുംബഘടനയിൽ ഈ മാതൃദായകത്വ രീതിയിൽ എങ്ങനെ വെച്ചാൽ ഇപ്പോൾ അറക്കൽ മാത്രമല്ല, നമ്മൾ ഈ പ്രദേശത്ത് മൊത്തം മാതൃദായകത്വമാണ്. കണ്ണൂർ സിറ്റിയിലൊക്കെ ഫോളോ ചെയ്യുന്നത്, കണ്ണൂർ ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നത് മാതൃദായകത്വം. തലശ്ശേരിയിലായാലും മാതൃദായകത്വം. കണ്ണൂർ കല്യാണം എന്നൊക്കെ പറയുന്നത് അറക്കൂട് കല്യാണം കഴിഞ്ഞാൽ സ്ത്രീയുടെ വീട്ടിൽ, അപ്പോൾ ഇത് പെണ്ണിൻ്റെ വീട്ടിൽ ഭർത്താവ് വന്ന് താമസിക്കുന്നത്. എക്സാക്ട്ലി. അപ്പോൾ മക്കൾ സ്വാഭാവികമായിട്ട് ഉമ്മാൻ്റെ സർനെയിമിലാണ് എന്താവുക, അറിയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് അറക്കലിലും സംഭവിക്കുന്നത്. അപ്പോൾ ആണ് അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആണിൻ്റെ മക്കൾ, അതായത് അറക്കലിലെ ആണിൻ്റെ മക്കൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കില്ല, അറക്കലിൻ്റെ ഭാഗമായിരിക്കില്ല, അല്ലെങ്കിൽ കുടുംബപരമായി അവരവരുടെ ഉമ്മാൻ്റെ തറവാടുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു വ്യത്യാസം. എത്ര വർഷക്കാലം അറക്കൽ രാജകുടുംബം ഭരണം നടത്തിയിരുന്നു? ഇത് പിന്നാമ്പുറത്തേക്ക് രേഖകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കുറേ പരിമിതികളുണ്ട്. ഇപ്പോൾ AD 1100 മുതലേക്കുള്ള രേഖകളാണ് നമുക്ക് ആധികാരികമായി നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അതിനു മുമ്പേ അധികാരം കൈകാര്യം ചെയ്തിരുന്ന, അതിനു മുമ്പേ അറക്കൽ രാജവംശം നിലനിന്നിരുന്നു എന്നുള്ളത് പല മറ്റ് സോഴ്സുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പോലും ലഭിച്ച രേഖകൾ പ്രകാരം, അതായത് നമുക്ക് അതാണല്ലോ പറയാൻ പറ്റുക, ലഭിച്ച രേഖകൾ പ്രകാരം 1000ഓളം വർഷമെങ്കിലും വളരെ സജീവമായി ഒരു കുടുംബഘടന എന്ന നിലയിൽ അറക്കൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ 1100 മുതൽ വളരെ പ്രൗഢമായ ഒരു ഭരണകൂടം അല്ലെങ്കിൽ രാജ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത്. അതിൽ തന്നെ 250ഓളം വർഷം, ഈ അധികാരം കാണുന്ന 250ഓളം വർഷം അതിൻ്റെ നേതൃസ്ഥാനത്ത് ബീവിമാരെ, അറക്കലിലെ ബീവിമാരെ നമ്മൾ കാണുന്നുണ്ട്. അത് വെച്ച് നിർത്തിയാൽ ബാക്കിയുള്ള സമയത്ത് പുരുഷന്മാർ തന്നെയാണ്, അല്ലെങ്കിൽ ആദിരാജാക്കന്മാർ തന്നെയാണ് ഈ കുടുംബത്തെ നയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കണ്ണൂർ നമ്മൾ ഈ അറക്കല്യാണത്തെക്കുറിച്ചും സ്ത്രീകളുടെ ഒരു ആധിപത്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഈ ഒരു ഇത് വന്നിട്ടുണ്ടാവുക അറക്കൽ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ അറക്കലിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്നോ എന്നതിനേക്കാളും പ്രസക്തമായ ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് പുതിയ ഗവേഷകന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മുമ്പൊക്കെ ആണെങ്കിൽ 2 തരം സാധ്യതകളെക്കുറിച്ചാണ് എല്ലാവരും പറയുക. അക്കാദമികമായ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മുമ്പ് പറയാം, ഒന്നുകിൽ ഇത് ഈ പഴയ ഹിന്ദു കൾച്ചറിൽ നിന്ന് സ്വാധീനം ചെലുത്തി വന്നു, അതല്ലെങ്കിൽ പറയാം അറബുകൾ ഇവിടെ വ്യാപാരത്തിന് വന്നു, അപ്പോൾ അവർക്ക് ഇവിടെ വീടില്ലാത്തതുകൊണ്ട് അങ്ങനെ വന്നു. അതിനല്ലാത്ത 2 റീഡിങ്ങുകൾ പുതിയ കാലത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് എക്കോണമിയുമായി ബന്ധപ്പെട്ടാണ്. സമുദ്ര വ്യാപാരവുമായി മാത്രം എൻഗേജ് ചെയ്യുന്ന ഒരു സമൂഹം, ഒരു സമുദായം, ആ സമുദായത്തിൻ്റെ ഒരു സൗകര്യം, ഒരു കൺവീനിയൻസ്, അതിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് ഈ കൾച്ചർ എന്നൊക്കെയുള്ള ഒരു പഠനങ്ങൾ, ഗവേഷണങ്ങൾ നമ്മൾ പുതുതായി നമ്മൾ കാണുന്നുണ്ട്. ആ അർത്ഥത്തിൽ അറക്കലിൻ്റെ കൾച്ചർ ആയതുകൊണ്ട് നാടിൻ്റെ കൾച്ചറായി എന്നുള്ളതല്ല, മറിച്ച് അറക്കൽ ഉൾപ്പെടുന്ന ഒരു നാടിൻ്റെ എക്കണോമിയുടെ ഭാഗമായി ഈ കൾച്ചറിനെ അറക്കലും ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളും ഫോളോ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇത് അറക്കൽ കൊട്ടാരമാണ് എന്നാണ്. അറക്കൽ മ്യൂസിയമാണ്. ഇപ്പം ഇത് ശരിക്കും അറക്കൽ കൊട്ടാരമാണോ? അറക്കൽ രാജവംശത്തിൻ്റെ നിരവധി കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കെട്ടിടമാണ്. കൊട്ടാരമാണോ എന്ന് ചോദിച്ചാൽ കൊട്ടാരത്തിന് വേണ്ട ഒരു ഘടനയിലല്ല, ഈ ആർക്കിടെക്ചർ ഘടനയിലല്ല ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1959 വരെ അറക്കലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബിൽഡിങ്ങിനെ വിശേഷിപ്പിക്കാൻ പറ്റും. 2005 മ്യൂസിയം ആവുന്നത് വരെ, അതായത് 59 ശേഷം പിന്നീട് അതായത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ ശേഷം പിന്നെ അറക്കലിന് ഭൂ അധികാര ഘടനയുമായി ബന്ധപ്പെട്ടൊന്നും നേരിട്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ല. അപ്പോൾ 2005 വരെ നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു കൊമേഴ്ഷ്യൽ കെട്ടിടമായിരുന്നു. വാടക വാങ്ങി അറക്കൽ മറ്റുള്ള ആളുകൾക്ക് നൽകിയിട്ടിരുന്നു. ഇത് അന്ന് വരെ ഈ കുടുംബത്തിന്റെ കസ്റ്റഡിയിൽ തന്നെ, കസ്റ്റോഡിയൻ ഇപ്പോഴും അവർ തന്നെയാണ്. എല്ലാ കാലത്തും ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന അറക്കൽ രാജകുടുംബത്തിന്. അതിൽ സർക്കാർ പല ഘട്ടങ്ങളിലായിട്ട് ഇതിനെ സഹായിക്കുന്നുണ്ട്. ഒരു പുരാവസ്തു 2005 വളരെ കൃത്യമായി ഈ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അന്നത്തെ 90 ലക്ഷം രൂപ സർക്കാർ സഹായിച്ചുകൊണ്ടാണ് ഈ മ്യൂസിയം രൂപം കൊള്ളുന്നത്. അന്ന് നമ്മുടെ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ശ്രീ വേണു IAS സാർ, അദ്ദേഹം ഇപ്പോൾ അടുത്താണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി വിരമിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം വിരമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ റോള് ഈ പ്രോജക്റ്റിൽ, അറക്കൽ മ്യൂസിയം പ്രോജക്റ്റിലുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ ക്യൂറേഷനൊക്കെ നടന്നിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ പുറത്തൂടെയൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് വല്ലാത്തൊരു ദയനീയത നമുക്ക് തോന്നുകയാണ്. കാരണം ഒരു കാലത്ത് 10 ഏക്കറോളം വരുന്ന വലിയൊരു കൊട്ടാരവും പരിസരവും ഒക്കെ ആയിട്ട് നിന്നിരുന്ന ഒരു പ്രദേശം ഇന്ന് നമ്മൾ പറയാറുണ്ട്, കാർപാർത്തിയൻ മലമടക്കുകളിലെ ചില ചിത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ കഥകളിലൊക്കെ വായിക്കുന്നുണ്ട്. അതുപോലെ പൊളിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ, തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ശേഷിപ്പുകൾ. നിങ്ങളിപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങളിൽ തന്നെ എല്ലാ അധികാര കേന്ദ്രങ്ങളും, എല്ലാ രാജകുടുംബങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ വായിക്കുന്ന അല്ലെങ്കിൽ വായിച്ചു കേട്ട നമ്മളിപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന അധികാര ഘടനകൾക്കൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ്
ഉത്ഥാനങ്ങളും പതനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അറക്കലിനും അത്തരത്തിലുള്ള വലിയ ഉത്ഥാനങ്ങളും വലിയ പതനങ്ങളും അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അറക്കലും എല്ലാ കാലത്തും ഒരേപോലെ നിലനിന്ന ഒരു രാജവംശമല്ല. വലിയ വലിയ പരീക്ഷണങ്ങളെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് 121ഓളം കുടുംബാംഗങ്ങളെ നഷ്ടപ്പെടുന്ന അറക്കൽ ആംഗ്ലോ വാറിനെ ഇവർ അഭിമുഖീകരിച്ചിട്ടുണ്ട്. വലിയ തോതിൽ ആളുകളുടെ എന്താ പറയുക ജീവനും സ്വത്തിനും അതുപോലെ തന്നെ അവരുടെ നിലനിൽപ്പിനുമൊക്കെ വെല്ലുവിളി ചോദ്യചിഹ്നമായി അതിന് മുമ്പിൽ പകച്ചു പോവാതെ മുമ്പോട്ട് പോയ അപ്പോഴൊന്നും അവർ പകച്ചു പോയിട്ടില്ല എന്നുള്ളതാണ്. അവർ മുമ്പോട്ട് പോയിട്ടുണ്ട്, പതനങ്ങളിലും അവർ പിടിച്ചു നിന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അറക്കലിനെ സംബന്ധിച്ച് തന്നെ ഒരു വലിയൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അറക്കൽ കെട്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കെട്ടിടങ്ങളും ഈ കൊട്ടാരങ്ങളും ഈ പള്ളികളും ഈ മ്യൂസിയം ഉൾപ്പെടെയുള്ള കെട്ടിടം, ഇതിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന അറക്കൽ കെട്ട് എന്നാണ്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് അറക്കൽ കെട്ട് കാണാൻ പറ്റും. നിങ്ങൾ ഇവിടുന്ന് നോക്കിയാൽ അങ്ങ് നേരെ കാണുന്നതാണ് അറക്കൽ ബെൽ ടവർ. അവിടെ ഒരു നമ്മുടെ ക്ലോക്ക് ടവർ ഒക്കെ പോലെയുള്ള ഒരു സംഭവം. അതെ, അതിൻ്റെ ഉള്ളിൽ ബെല്ലുണ്ട്. ആ ബെല്ലിൽ മണിഗോപുരം എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ ആ അർത്ഥത്തിലുള്ളത്. പിന്നെ ഈ ഗ്രൗണ്ട് അറക്കലിൻ്റെ പാലസ് ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിന് ചുറ്റും 6ഓളം വീടുകൾ ഇപ്പോഴും അവരുടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും തെക്കേ ഭാഗത്താണ്, നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ പഴയ കാലത്ത് പാലസായി 1930കളിലൊക്കെ പാലസായി ഉപയോഗിച്ചിരുന്ന, അതായത് അബ്ദുറഹ്മാൻ അലി രാജയുടെ കാലത്തൊക്കെ അവസാനം ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന പാലസായി ഉപയോഗിച്ചിരുന്ന ബിൽഡിംഗ് ഉള്ളത്. അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഈ റോഡ് സൈഡിൽ മുഴുവനും കാണുന്ന ഈ മ്യൂസിയം വരെയുള്ള ഭാഗങ്ങൾ ഇതിനെ പണ്ടാര സ്വത്തുക്കൾ എന്നാണ് ഇവർ പറയുക. അറക്കലിൻ്റെ സവിശേഷമായ ഒരു എന്താ പറയുക പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയിലെ ഇങ്ങ് വടക്ക് ഭാഗത്തുള്ള മ്യൂസിയം മാത്രമാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്. ഈ കെട്ടിടം മാത്രമാണ് മ്യൂസിയമാക്കി മാറ്റുകയും പുനരുദ്ധാരണം കുറച്ചെങ്കിലും നടന്നു, അല്ലെങ്കിൽ സംരക്ഷണം നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ബാക്കിയെല്ലാം ഇപ്പോഴും അതിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥയിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് 1-2 മസ്ജിദും അവരുടെ വാസസ്ഥലങ്ങളും ഗ്രൗണ്ട് ഉൾപ്പെടെ ഒരു 10 ഏക്കർ സ്ഥലത്താണ് തോന്നുന്നല്ലേ ഇത് നിൽക്കുന്നത്. തെഗറിൽ ചുവടെ ഉണ്ടാവും. അതായത് ഈ പറഞ്ഞ അറക്കൽ കെട്ട് എന്നാണ് നമ്മൾ പറയാം. അറക്കൽ കെട്ട് എന്ന് പറയുന്ന അതിൽ റെസിഡൻഷ്യൽ ബാക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അവരുടെ വീടുകളും മറ്റൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 2 പള്ളികളും ഈ ബെൽ ടവറും ഈ പറഞ്ഞ പോലെ മ്യൂസിയം ഉൾപ്പെടെയുള്ള മ്യൂസിയം അല്ലാതെ പിന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം, ഒരു പഴയ കൊട്ടാരത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് പണ്ടാര സ്വത്തുക്കൾ എന്ന് പറയുന്ന അറക്കലിൻ്റെ കെട്ടിടങ്ങളാണ്. അതാണ് ഈ ഭാഗത്തിപ്പോൾ നമുക്ക് അറക്കൽ കെട്ടിനകത്ത് ഉള്ളത്. ഇപ്പം ഈ കൊട്ടാരത്തിൻ്റെ ഇപ്പോൾ അറക്കൽ രാജവംശം എന്ന പേരിൽ അവരുടെ വംശം പരമ്പര ഇപ്പോൾ ഇന്നും ഉണ്ട്. അവരുടെ താവഴികളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അധികാര ശൃംഖലയിലുള്ള ആരോ അവരൊക്കെ ഈ ഒരു ഇപ്പോൾ നമ്മൾ അറക്കൽ കൊട്ടാരത്തിൻ്റെ ശേഷിപ്പ് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതൊക്കെ തകർന്നുകൊണ്ടിരിക്കുമ്പം ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിൽ മുൻകൈ എടുക്കേണ്ടതൊന്ന് ഭരണകൂടം, മറ്റൊന്ന് അതേപോലെ തന്നെ പ്രാതിനിധ്യം വഹിക്കേണ്ട ആളുകൾ കുടുംബ പരമ്പരയാണ്. ഇവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു അപ്രോച്ച് എന്താണ് ശരിക്കും? ഭരണകൂടമാണ് യഥാർത്ഥത്തിൽ വലിയൊരു ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. കാരണം ഇന്ത്യയുടെ ഒരു പൈതൃകങ്ങളിലൊരു വൈവിധ്യം എന്ന് പറയുന്നത് വളരെ ബൃഹത്തായൊരു വൈവിധ്യമാണ്. അതിൽ തന്നെ അറക്കൽ രാജവംശം എന്ന് പറയുന്നത് കേവലം ഒരു സമുദായത്തിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള രാജവംശം എന്നുള്ള നിലയ്ക്കല്ല, മറിച്ച് വലിയ വൈദേശിക അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു പാരമ്പര്യം ആർക്ക് അവകാശപ്പെടാനുണ്ട്? അറക്കൽ രാജവംശത്തിന് അവകാശപ്പെടാനുണ്ട്. ആ അർത്ഥത്തിൽ ഒരുപാട് ആഗോള ബന്ധങ്ങൾ, ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ലീന മുറെ എന്ന് പറയുന്ന ചരിത്രകാരി പുറത്തിറക്കിയ ഇന്തോ ഫ്രഞ്ച് റിലേഷൻസിനെ കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. അവരിപ്പോൾ ഫ്രാൻസിൽ താമസിക്കുന്ന കണ്ണൂരുകാരിയായ ഒരു ചരിത്രകാരിയാണ്. ആ പുസ്തകത്തിൽ ഉൾപ്പെടെ അറക്കലിൻ്റെ പ്രാധാന്യം, ഇന്തോ ഫ്രഞ്ച് റിലേഷൻസിൽ അറക്കൽ ചരിത്രത്തിൽ എടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ റോളുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് പൈതൃക സംരക്ഷണം അല്ലെങ്കിൽ ഹെറിറ്റേജ് പ്രിസർവേഷൻ കൺസർവേഷൻ എന്നുള്ള ഒരു മൈൻഡിൽ അറക്കലൊരു മുഖ്യ സബ്ജക്റ്റായി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് വളരെ എന്താ പറയുക ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. രണ്ടാമത്തെ സംഗതി കുടുംബം, അറക്കൽ രാജവംശം എങ്ങനെ ഇതിനെ കാണുന്നു, ഇപ്പോഴുള്ള കുടുംബാംഗങ്ങൾ എങ്ങനെ തങ്ങളുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന പൈതൃകങ്ങളെക്കുറിച്ച് അവരുടെ ഒരു വിചാരം, അവരുടെ ഒരു ആലോചന എന്താണ് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സോളിഡായ ഒരു പ്രോജക്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് വരികയാണെങ്കിൽ സ്വാഭാവികമായും അറക്കൽ രാജവംശത്തിലുള്ള ഇന്ന് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അത് അമീദ് ഹുസൈൻ, സുൽത്താൻ അമീദ് ഹുസൈൻ, കോയമ്മ ആദിരാജ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവരുടെ അനന്തരവന്മാർ ഉൾപ്പെടെയുള്ള ആ കുടുംബത്തിൽ ഇതിപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല പ്രതികരണത്തോടു കൂടി അതിനെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാനുള്ള മാനസികമായ തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. പക്ഷേ ആ അർത്ഥത്തിലൊരു വലിയ ഒരു പ്രപ്പോസലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോജക്റ്റുകളോ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിൽ
സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ സർക്കാർ ഇതിന് ഇത്രത്തോളം സമയമെടുത്തിട്ട് വിജയിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഭാഗത്ത് സ്റ്റെപ്പില്ല എന്നല്ല, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പക്ഷെ അത് പോരാ. അത് പോരാ. കാരണം തലശ്ശേരി ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി വലിയൊരു പ്രപ്പോസൽ ആർക്കിടെക്റ്റ് വിവേക് സാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഡെവലപ്പ് ചെയ്ത പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ടേബിളിലാവാൻ വലിയ കാരണം എന്ന് പറയുന്നത് സർക്കാർ ഇതിനെ ഒരു വലിയൊരു പ്രോജക്റ്റായിട്ടല്ല കാണുന്നത് എന്നുള്ളതാണ്. കേവലം ഒരു പ്രോജക്റ്റ് ചെയ്തു പോവുക, മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനപ്പുറമുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയും ഡയറക്റ്റ് തന്നെ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഹയർ ലെവലുള്ള ഒഫീഷ്യൽസ് ഇതിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഫാമിലിക്ക് അവഗണിക്കാൻ പറ്റാത്ത വിധത്തിലാവും. ചെറിയ ചെറിയ പ്രപ്പോസൽസൊക്കെ ആയിട്ട് വരുമ്പോൾ ഫാമിലിക്ക് സ്വാഭാവികമായിട്ടും മറ്റു ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. നേരത്തെ തന്നെ സർക്കാർ ഏറ്റെടുത്ത ഇവരുടെ ഭൂമികളിലേക്കുള്ള അവസ്ഥകളും ഇവരുടെ പ്രോപ്പർട്ടികളിലേക്കുള്ള അനാസ്ഥകളും ഒക്കെ ചിലപ്പോൾ ഫാമിലിക്ക് ഇത് റിജക്റ്റ് ചെയ്യാനുള്ളൊരു കാരണമായി പറയാൻ കഴിയും. കാരണം ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല, പ്രോജക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എന്നതിനേക്കാൾ ഉപരി ആ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ പരിപാലനം, അതിൻ്റെ മെയിൻ്റനൻസ്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം 2005 ഈ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്തത്. 2005 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫാമിലിനെ ഏൽപ്പിച്ചു. പിന്നെ ഫാമിലിക്കാണ് ഇതിൻ്റെ മൊത്തം തലവേദന, ഇതിൻ്റെ ഉത്തരവാദിത്വം ഫാമിലിക്കാണ്. ഇതിൻ്റെ പരിപാലനമായാലും ഇതിൻ്റെ മെയിൻ്റനൻസ് ആയാലും ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ആയാലും ഒക്കെ നോക്കുന്നവരാണ്, സർക്കാരല്ല, ഫാമിലിയാണ്. അപ്പോൾ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു മുൻ അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു വലിയൊരു പ്രോജക്റ്റുമായി സർക്കാർ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചാടിക്കയറി ഓക്കെ നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറയാതിരിക്കാനുള്ള ഒരു കാരണം മുൻ അനുഭവങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് മ്യൂസിയത്തിനകത്തുള്ള കുറച്ച് കാഴ്ചകളുണ്ട്. പഴയ ഇരിപ്പിടങ്ങളും രാജാവിൻ്റെതെന്ന് പറയുന്ന തലപ്പാവ്, വാള്, അധികാര ചിഹ്നങ്ങൾ ഒക്കെ ഒറ്റനോട്ടത്തിൽ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന്, ഇത് ശരിക്കും ഈ ഹാൾ എന്താണ്? ഇത് ഞാൻ പറഞ്ഞില്ല, ആ ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ് ഈ ഹാള്. പക്ഷെ ഇവിടെ മ്യൂസിയത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ദർബാർ ഹാൾ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. അതായത് അറക്കൽ രാജവംശത്തിൻ്റെ അവരുടെ ഫർണിച്ചറുകളും ദർബാർ ഹാളിനകത്തുള്ള ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട സോഫ സെറ്റ് പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ടാബിളുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ദർബാർ ഹാൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലാണ് മ്യൂസിയം ക്യൂറേറ്റ് ചെയ്ത ആളുകൾ അവരുടെ കൂടിയാലോചനകൾ, സംഗീതം, അന്നത്തെ സായാഹ്നങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഒരു ആ രൂപത്തിലാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ കുറേ ചിത്രങ്ങൾ പഴയ 1931 to 46. അപ്പോൾ ഇതൊക്കെ അവരുടെ പരമ്പര ആയിരിക്കും അല്ലേ? ഖാൻ ബഹദൂർ സുൽത്താൻ അബ്ദുറഹ്മാൻ അലി രാജ അല്ലേ? ഈ ഖാൻ ബഹദൂർ സുൽത്താൻ അബ്ദുറഹ്മാൻ അലി രാജ എന്ന് പറയുന്നത് നമ്മളെ സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ട് മുമ്പ് അറക്കൽ സുൽത്താനായിരുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം MLC കൂടിയായിരുന്നു. അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. നമ്മൾ ഇന്ന് MLA എന്നൊക്കെ പറയുന്ന പോലെ അന്ന് മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലുള്ള ജനാധിപത്യ ഇലക്ഷനിൽ പങ്കെടുത്ത് ഈ നാട്ടിലെ ആളുകളുടെ വോട്ട് വാങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട MLC കൂടിയാണ്. അതായത് ഒരേ സമയം അറക്കൽ രാജാവും ഒരേ സമയം ജനങ്ങളുടെ പ്രതിനിധിയും അതുപോലെ തന്നെ കാദിയും, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൻ്റെ കാദിയും ഒക്കെ ഉണ്ടായിരുന്ന, അല്ലെ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ അലി രാജയെക്കുറിച്ച് നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ആദ്യ രൂപം, അതായത് നമ്മൾ ഓൾ ഇന്ത്യ IUML എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആദ്യ രൂപത്തെക്കുറിച്ച് ഏറ്റവും ആദ്യം സ്വപ്നം കാണുകയും അതിനുവേണ്ടി നടന്ന മദ്രാസിലെ ഹാളിൽ വെച്ച് നടന്ന മീറ്റിങ്ങിലെ അധ്യക്ഷനും കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹം അതിൻ്റെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ആ പ്രധാനപ്പെട്ട ആദ്യത്തെ മീറ്റിങ്ങിലെ അധ്യക്ഷൻ അറക്കൽ അതിരാജ അബ്ദുറഹ്മാൻ അലി രാജയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മറ്റു പല ആളുകളുടെയും ഫോട്ടോസ് ഇവിടെ കാണാം. ഇവരൊക്കെയും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ സുൽത്താൻമാരായി ഇരുന്ന ആളുകളാണ്, അദ്ദേഹത്തിന് ശേഷം ഉണ്ടായിരുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ ഭരണം എന്ന് പറയുമ്പം അതിനൊരു അധികാരത്തിൻ്റെ ഒരു നിറമൊക്കെ വരുമ്പം അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നത്തെ സർവ്വവല്ലഭന്മാരായിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് സൈന്യവും അവരുടെ ഭരണകൂടവും അധികാരങ്ങളും ഒക്കെ ഉള്ള നിലക്ക് ഇത്ര തന്നെ സൈനികബലമോ ആൾബലമോ എണ്ണബലമോ തിണ്ണബലമോ ഒന്നും ഇല്ലാത്തൊരു രാജവംശം അതൊരു പക്ഷേ പേരുകൊണ്ടോ പെരുമ കൊണ്ടോ മഹിമ കൊണ്ടോ ഒക്കെ മാത്രം ആദരിക്കപ്പെട്ടിരുന്നതായിരിക്കണം. അല്ലെങ്കിൽ ആ ജനസ്വീകാര്യത കണ്ട് ബ്രിട്ടീഷുകാർ അതിൽ മതിപ്പുളവാക്കുന്നതൊക്കെ ആയിരിക്കണം. ഇവരുടെ ഈ ഒരു ഭരണം ബ്രിട്ടീഷുകാരിൽ എങ്ങനെയായിരുന്നു ഇവരോടുള്ളൊരു അപ്രോച്ചൊക്കെ ചരിത്രത്തിൽ പറയുന്നത്? ഇവരുടെ ഒരു വണ്ണത്തെക്കുറിച്ച് ബ്രിട്ടീഷുകാരേക്കാൾ മുമ്പ് തന്നെ ഇവരുടെ ഒരു വണ്ണം, ഒരു സൈനിക ബലം എന്നതിനെക്കുറിച്ച് ബ്രിട്ടീഷുകാർക്ക് മുമ്പ് തന്നെ പോർച്ചുഗീസുകാർ രേഖപ്പെടുത്തിയത് 20,000-ലധികം ട്രെയിൻഡായിട്ടുള്ള നാവികപ്പട സ്വന്തമായിട്ടുള്ള രാജവംശമാണ് അറക്കൽ രാജവംശം എന്ന് പറഞ്ഞത്. ഇനി ബ്രിട്ടീഷുകാരുടെ കാലത്തേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ചോദിച്ച പോലത്തെ, നിങ്ങൾ ഈ ഉന്നയിച്ച പോലത്തെ ഒരു സംശയം ബ്രിട്ടീഷ് പ്രിൻസിപ്പൽ കളക്ടറായിരുന്ന തോമസ് വാർണർ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ ബീവിമാരാണല്ലോ അറക്കലിന് നേതൃത്വം നൽകുന്നത്, ഇതൊക്കെ ശരിക്കും ആണോ? ഇവർക്ക് ഇതിനുള്ള അത്രയും പ്രാപ്തിയുള്ള സ്ത്രീകളാണോ? അതെനിക്ക് തോന്നുന്നു ഒരു ബ്രിട്ടീഷുകാരന് പോലും അന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നില്ല അറക്കലിലെ സ്ത്രീ ഭരണാധികാരികളുടെ പെർഫോമൻസ്. ഇതിനെന്തോ ഒരു രഹസ്യമുണ്ടല്ലോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ള എനിക്ക് അദ്ദേഹം നേരിട്ട് വന്നിട്ട് ജുനുമ ബീവിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു.
ജുനുമ ബീവി അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ജുനുമ ബീവിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു സുപ്രധാനമായ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണമായി എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്. അവർക്ക് ഉള്ളിലും ഒരു സംശയമുണ്ട്. അതായത് ഈ സ്ത്രീ തന്നെയാണോ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്? പേരിന് ഭരണാധികാരവും എന്നിട്ട് ബാക്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ ആങ്ങളമാരോ ഒക്കെ ആണോ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു സംശയമായിരിക്കാം. പക്ഷേ വളരെ കൗതുകകരം എന്താണെന്ന് വെച്ചാൽ ഓരോ ചോദ്യത്തിനും വളരെ ഷാർപ്പായിട്ടുള്ള മറുപടിയാണ്. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, കപ്പലുകളുടെ സൈസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, കപ്പലുകൾ അടുക്കുന്ന ആഗോള തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിക്കോട്ടെ, വളരെ ആധികാരികമായി ബീവി മറുപടി നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രത്യേകത, ജുനുമ ബീവിയുടെ ഒരു പ്രത്യേകത, ജുനുമ ബീവി മൾട്ടി ലിംഗിലായിരുന്നു. അതായത് ഒരു ദ്വിഭാഷിയുടെ സഹായമില്ലാതെയാണ് ബ്രിട്ടീഷുകാരനായ ഈ തോമസ് വാർണറോട് ജുനുമ ബീവി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ മൾട്ടി ലിംഗലായ, അതായത് ഒരു മുസ്ലിം സ്ത്രീ ഭരണാധികാരി കേവലം ഒരു ഭരണാധികാരി മാത്രമല്ല, ആ സ്ത്രീക്ക് മറ്റനവധി കപ്പാസിറ്റികളും അന്നുണ്ടായിരുന്നു എന്നുള്ളത് ബ്രിട്ടീഷ് രേഖകൾക്ക് തന്നെ നമുക്ക് സാക്ഷ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ജനലിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ജനലിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് മാപ്പിള ബേയാണ്. നിങ്ങൾ ഈ കാണുന്നത് മാപ്പിള ബേയാണ്. അപ്പോൾ മാപ്പിള ബേയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, ജുനുമ ബീവിയെക്കുറിച്ചും മാപ്പിളയെക്കുറിച്ചും മാപ്പിള ബേയിൽ നിന്ന് തന്നെ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മദ്രാസ് ആർക്കൈവ്സിലെ രേഖകളിൽ, അതായത് ബ്രിട്ടീഷ് ആർക്കൈവ്സുകളിൽ പ്രധാനപ്പെട്ട ലെറ്റേഴ്സ് ഫ്രം തലശ്ശേരി എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട രേഖകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കഥ ഈ ജുനുമ ബീവിയുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അപ്പോൾ അതിൽ ഒരു ദിവസം നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, ധർമ്മടം തുരുത്ത് മാപ്പിള ബേയിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ധർമ്മടത്തിനടുത്ത് ഒരുപാട് നല്ല മുന്തിയ ഇനം തേക്ക് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ ആളുകൾ വന്നിട്ട് അത് ഫലമായി പൈസ തരാം, ഇത് നമ്മൾ ഫലമായി ഇത് ഏറ്റെടുക്കുന്നു, നിങ്ങൾക്ക് അതിനു വേണ്ട പൈസ തരാം എന്ന് പറയുകയും, അപ്പോൾ അത് അറക്കലുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് നമ്മുടെ അറക്കലിൻ്റെ മുതലാണ്, അപ്പോൾ അറക്കലിൻ്റെ പെർമിഷൻ ഇല്ലാതെ, അനുവാദമില്ലാതെ അങ്ങനെ ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു ചെറിയ അസ്വസ്ഥത അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ അത് വളരെ ശക്തമായി അത് നമ്മൾ ഏറ്റെടുക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ ഈ അറക്കലുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ തടവിലാക്കും. അതായത് ആ മുതൽ അവർ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സന്ദേശം കണ്ണൂർ ഈ മാപ്പിള ബേയിൽ അല്ലെങ്കിൽ അറക്കൽ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ അന്ന് ജുനുമ ബീവി ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ജുനുമ ബീവി തൻ്റെ കൂടെയുള്ള ഒരാളെ അടുത്തേക്ക് വിളിക്കുന്നു, മാപ്പിള ബേയിൽ വിവരങ്ങൾ അന്വേഷിച്ച് വരാൻ പറയുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഈ പോയ ആൾ ജുനുമ ബീവിയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു, മാപ്പിള ബേയിലെ സംഗതികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ജുനുമ ബീവി ഉടനെ തന്നെ ഈ വില്യം ലോ എന്ന് പറയുന്ന അന്ന് ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ അപ്പോസ്തലനായി തലശ്ശേരി കോട്ടയിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരനോട്, വില്യം ലോയിനോട് കത്തിലൂടെ, ഒരു എഴുത്തിലൂടെ സംസാരിക്കുകയാണ്. ആ എഴുത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. വില്യം ലോയിനോട് പറയാണ്, ഞാൻ എൻ്റെ ഉരുപ്പിടികൾ മറക്കാം, അല്ലെങ്കിൽ ഞാനിത് മറന്നേക്കാം, നിങ്ങളിപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന ഈ തേക്ക് മരത്തിൻ്റെ ഉരുപ്പിടികൾ അത് മറന്നേക്കാം, പകരം മാപ്പിള ബേയിൽ നങ്കൂരമിട്ടിരിക്കുന്ന സൂപ്പർബ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് കപ്പലും അതിലെ 150ഓളം ഇംഗ്ലീഷുകാരെയും നീയും മറന്നേക്കുന്നതാണ്. ഒരു ഭയങ്കരമായൊരു കമ്മ്യൂണിക്കേഷനാണ്, ഭയങ്കര താക്കീതാണ്, ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഞാൻ പറയുന്നത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൻ്റെ അധിപന്മാരായിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് മുഖാമുഖം വളരെ കൃത്യമായി, ഷാർപ്പായി, ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുകയും അധികാരത്തിൻ്റെ ആ എന്താ പറയുക എല്ലാ ഗൗരവത്തിലും അവരെ അഭിമുഖീകരിക്കുകയും ചെയ്ത, ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയുക തോമസ് വാർണറിൻ്റെ രേഖകളായാലും ഈ പറഞ്ഞ രേഖകളായാലും എല്ലാം തുറന്നു കാണിക്കുന്നത് ആ ജുനുമ ബീവിയുടെ ആ പ്രൗഢമായ അധികാരത്തിൻ്റെ ശബ്ദമാണ് എന്നുള്ളതാണ്. ആ ഓർമ്മകൾ നിലനിൽക്കുന്ന മാപ്പിള ബേയിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഈ കാരവാനോട് ഈ കഥകൾ പറയാൻ പറ്റുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യവും. എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് ഒരു അത്ഭുത കഥ തന്നെയാണ്. അറക്കലിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കഥകളാണ്. പക്ഷേ അത് സംരക്ഷിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിനെന്ത് സംഭവിച്ചു എന്നതൊക്കെ ഒരു സങ്കടം പോലെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാളേറെ സങ്കടം ഇനി നിങ്ങൾ എന്നെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള തകർന്നുകൊണ്ടിരിക്കുന്ന കൊട്ടാരം കാണുക എന്നുള്ളതാണ്. തീർച്ചയായും അത് തകർന്നത് തന്നെയാണോ? ഏത് കൊട്ടാരങ്ങളായാലും ഏത് കെട്ടിടമായാലും നിരന്തരമായ മെയിൻ്റനൻസ് ഇല്ല എങ്കിൽ, നമ്മുടെ പോലുള്ള കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് ശക്തമായ മഴ പെയ്യുന്ന 4 മാസങ്ങൾ, അതുപോലെ തന്നെ നല്ല വെയിലുള്ള ഏപ്രിൽ മെയ്, അതുപോലെ തന്നെ മഞ്ഞ് ഉള്ള അപ്പോൾ എല്ലാ ട്രോപ്പിക്കൽ റീജിയനിലാണ് നമ്മളുള്ളത്, വലിയൊരു റീജിയനിലാണ്. അപ്പോൾ ഈ റീജിയനിൽ ഏത് കെട്ടിടത്തിനും സംഭവിക്കാവുന്ന ഒരു ബലക്ഷയവും അതുപോലെ തന്നെ എന്താ പറയുക നശീകരണവും മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അറക്കലിൻ്റെ ആ പ്രൗഢമായ ശേഷിപ്പുകൾ
ഇന്ന് നമ്മുടെ കൺമുന്നിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ കണ്ട അത്രയും കല്ലുകൾ ഇപ്പോൾ മുകളിലില്ല. പല കല്ലുകളും കഴിഞ്ഞ മഴയ്ക്ക് കൂടി വീണു. ഇനി അടുത്ത മഴയ്ക്ക് എത്ര കല്ല് കൂടി വീഴും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദയനീയമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഇനിയും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ വരുന്ന ഒരു 5-6 വർഷങ്ങൾ കൊണ്ട് ഇത് പൂർണ്ണമായും നിലംപൊത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. നമുക്ക് ആ കൊട്ടാരം കാണാം. നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് കണ്ണൂർ അറക്കൽ രാജവംശത്തിൻ്റെ കൊട്ടാരം. അതിൻ്റെ പ്രധാന വാതിലിലൂടെ നമ്മളൊന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ എത്രത്തോളമാണ് നമ്മുടെ അധികാരികൾക്ക് ഈ ഒരു കൊട്ടാരത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ആത്മാർത്ഥത എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ് അല്ലേ. ഇവിടെ ഒരു കല്ല് കാണാം അല്ലേ. ഇത് കൊട്ടാരത്തിനകത്താണ്. കൊട്ടാരത്തിന് ഏകദേശം റോഡിനോട് ചേർന്ന് ഇതിന് തൊട്ട് മുൻപിലൂടെ റോഡ് പോകുന്നുണ്ട്. ഈ റോഡ് ഉൾപ്പെടെ ഒരു കാലത്ത് കൊട്ടാരത്തിൻ്റെ കെട്ടിടമായിരുന്നു. പിന്നീട് അത് പൊളിച്ചു മാറ്റി റോഡ് കൊടുത്തു. ഇപ്പോൾ തീരദേശ ഹൈവേ എന്ന് പറഞ്ഞൊരു വികസന പദ്ധതി, റോഡ് വികസന പദ്ധതിക്ക് ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഒരു മഞ്ഞ കുറ്റി കല്ല് അടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എന്താണ് ഈ സംഭവം? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തീരദേശ ഹൈവേ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു കല്ലിവിടെ അധികാരികൾ സ്ഥാപിക്കുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുകയും പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആളുകളൊക്കെ അറക്കൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അവരങ്ങനെ കണ്ണൂരിലെ ഭരണാധികാരി നിങ്ങൾക്ക് കലക്ടറോട് പരാതി പറയുകയും അങ്ങനെ കലക്ടർ നേരിട്ട് ഇടപെടുകയും ഇത് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് PWD ഡിപ്പാർട്ട്മെൻറ്റിന് സംഭവിച്ചൊരു അബദ്ധമാണെന്നും അത് അവർ ഉടനെ തിരുത്തുമെന്ന് അറിയിക്കുകയും അങ്ങനെ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുന്നത് ഇതിൻ്റെ അലൈൻമെൻറ്റ് വീണ്ടും പരിഷ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്തുകൊണ്ട് ഈ കുറ്റി ഇളക്കാതെ തന്നെ പുതിയൊരു കുറ്റി നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട്, അതായത് അറക്കലിൻ്റെ പൈതൃക ബിൽഡിങ്ങിൻ്റെ തൊട്ട് ചേർന്നുകൊണ്ട് സ്ഥാപിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാകുന്നത് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഒരേപോലെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട ഒരു പ്രദേശമാണ് ഈ പൈതൃകങ്ങൾ ഉള്ള ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ റോഡ് ഡെവലപ്മെൻറ്റ് വരേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ഡെവലപ്പ് ആവേണ്ടതുണ്ട്, ഇവിടെ വൈദ്യുതി ഉണ്ടാവേണ്ടതുണ്ട്, വെള്ളം ഉണ്ടാവേണ്ടതുണ്ട്, സുരക്ഷിതത്വം ഉണ്ടാവേണ്ടത്, എല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ പരസ്പരം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ പൈതൃകങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും എന്തൊക്കെ പൊളിക്കണമെന്നും എന്തൊക്കെ പൊളിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു പ്രയോറിറ്റി ഇവിടെ നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലൊരു കോർഡിനേഷൻ അതിലുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുടുംബവുമായിട്ടുള്ളൊരു കോർഡിനേഷൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഗൗരവത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റോഡിന് അപ്പുറത്തുള്ള കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഈ കൊട്ടാരത്തിൻ്റെ അധികൃതർ മുൻപ് കാലത്ത് ഫിഷറീസ് വകുപ്പിനോ അതല്ലെങ്കിൽ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനോ ഒക്കെ കൈമാറിയിരുന്നതാണ്. പക്ഷേ ഒരു റോഡ് വികസനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ആദ്യം പരിഗണിക്കേണ്ടത് അന്ന് കൊട്ടാരം കൊടുത്ത ആ ഭാഗം അഥവാ പോർട്ടിൻ്റെ കയ്യിലുള്ള ഭാഗം എടുത്ത് റോഡാക്കുന്നതിന് പകരം സർക്കാരിൻ്റെ തന്നെ ഭാഗമാണ്. പക്ഷേ പകരം ചെയ്തിട്ടുള്ളത് അവശേഷിക്കുന്ന കൊട്ടാരം കൂടി തകർത്ത് അല്ലെങ്കിൽ അതിനി വേണമെന്നില്ല, നമുക്ക് റോഡ് മതി എന്ന രീതിയിൽ. അങ്ങനെയെങ്കിൽ നമ്മുടെ പുരാവസ്തു വകുപ്പുകൾ പുരാവസ്തു സംവിധാനങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ നിലവിലെ അറക്കൽ കൊട്ടാരത്തിൻ്റെ അവസ്ഥ. ഞാനൊരു പ്രേതഭവനത്തിലാണ് നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചേക്കാം. പക്ഷേ അല്ല, ഞാനൊരു രാജകൊട്ടാരത്തിലാണ്. അതെ, ഒരു കാലത്ത് പ്രതാപത്തിൻ്റെ ഉത്തുംഗതിയിൽ നിന്നിരുന്ന കണ്ണൂർ അറക്കൽ രാജകുടുംബത്തിൻ്റെ അധികാര സ്ഥിരാ കേന്ദ്രമായിരുന്ന ഒരു കൊട്ടാരത്തിൽ. ആ കൊട്ടാരം ഇതാ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. സംരക്ഷിക്കാൻ ആരുമില്ലാത്ത രീതിയിൽ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശത്തിൻ്റെ ഒരു കൊട്ടാരം ഇന്ന് തകർന്ന് തരിപ്പണമാകുന്നു. ഇതിൽ സംരക്ഷകരാവേണ്ടത് സർക്കാരാണ്. സർക്കാർ പക്ഷേ ഇതിനെ പുരാവസ്തു വകുപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്നല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങളിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. തീർച്ചയായും ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. കാരണം ഇതൊരു കാലഘട്ടത്തിൻ്റെ അടയാളമാണ്.